നമസ്കാരം. പ്രശസ്ത ഇംഗ്ലീഷ് ഫുട്ബോൾ താരമായ വെയ്ൻ റൂണി എല്ലാ കാലത്തും വിവാദ നായകനാണ്. ഇപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം രീതിയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് പറ്റിയ ഒരു അമളി മാധ്യമങ്ങളിൽ നിറയുകയാണ്. മാത്രമല്ല, റൂണി ഒരു പരിധിവരെ നിയമ നടപടിക്ക് വിധേയനാകേണ്ടി വരുമോ എന്ന് പോലും സംശയിക്കപ്പെടുന്നുണ്ട്. സംഭവം ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു സംഘം കൂട്ടുകാരുമൊത്ത് ഒരു ബാറിൽ കയറി നന്നായി മദ്യവെച്ചതിന് ശേഷം റൂണി പുറത്തിറങ്ങി നടക്കുകയാണ്. തുടർന്ന് അദ്ദേഹം വഴിയരികിൽ നിന്ന് മൂത്രമൊഴിക്കുകയാണ്. ബ്രിട്ടനിലൊക്കെ തന്നെ പരസ്യമായി റോഡിലിറങ്ങി ഇത്തരത്തിൽ മൂത്രമൊഴിക്കുക എന്നുള്ള വളരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. മൂത്രമൊഴിക്കുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ മുഖത്തേക്ക് ചേർത്ത് പിടിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. എന്നാൽ കഷ്ടകാലത്തിന് ഇത് കണ്ടുവിടുന്ന ഏതോ പപ്പരാസികൾ ഈ രംഗം ചിത്രീകരിക്കുകയും മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. മൂത്രമൊഴിച്ചതിന് ശേഷം വീണ്ടും റൂണിയും കൂട്ടുകാരും പബ്ബിലേക്ക് പോകുന്നതായും ചിത്രങ്ങളിൽ കാണാനുമുണ്ട്. അപ്പോൾ വീണ്ടും അദ്ദേഹം മദ്യപിക്കാൻ പോവുകയാണ്. പുലർച്ചെ 2 മണിക്കാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇതുവരെ ആരും പരാതി നൽകിയിട്ടില്ല എന്നാണ് അവിടുത്തെ പ്രാദേശിക പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. UK നിയമം അനുസരിച്ച് ഇത് സംബന്ധിച്ച് ഒന്നുകിൽ പോലീസ് റിപ്പോർട്ട് ചെയ്തിരിക്കണം, അതല്ലെങ്കിൽ ദൃക്സാക്ഷികളാരെങ്കിലും തെളിവ് സഹിതം പരാതി നൽകുകയാണെങ്കിൽ ഇവരുടെ മേൽ കർശന നടപടിയുണ്ടാകും. പലപ്പോഴും പിഴശിക്ഷയാണ് ഈടാക്കാറുള്ളത്. റൂണി താമസിക്കുന്ന മേഖലയിലെ സിറ്റി കൗൺസിലിൻ്റെ നിയമം അനുസരിച്ച് ഇത്തരത്തിൽ പരസ്യമായി പൊതുനിരത്തിൽ മൂത്രമൊഴിച്ചാൽ 1000 പൗണ്ടാണ് ഇതിൻ്റെ പിഴശിക്ഷ. ഏതായാലും റൂണി മിക്കവാറും ഈ പിഴ അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വന്ന സ്ഥിതിക്ക് ആരും പരാതികളുമായി നേരിട്ട് ചെന്നില്ലെങ്കിലും അവിടുത്തെ സിറ്റി കൗൺസിലിന് നേരിട്ട് ഇവരുടെ പേരിൽ നടപടി സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. 2013 റൂണി ഇത്തരത്തിൽ ഒരു നടപടി ചെയ്തിരുന്നു. അന്നും ഇതുപോലെ സ്വന്തം നാടായ മാഞ്ചസ്റ്ററിലെ റോഡിലിറങ്ങി രാത്രി 2 മണിക്ക് തന്നെ മൂത്രമൊഴിച്ച് അന്നും പ്രശ്നമുണ്ടാക്കിയിരുന്നു. പക്ഷേ അന്ന് ആരും പരാതി നൽകിയിരുന്നില്ല, ചിത്രങ്ങൾ ലഭിച്ചിരുന്നില്ല. പക്ഷേ പലരും ഇത് കണ്ടതായി അന്ന് ആരോപിച്ചിരുന്നു. എന്നാൽ റൂണി ആകട്ടെ ഇതിനെക്കുറിച്ചൊന്നും തന്നെ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ഫുട്ബോൾ മേഖലയിൽ സജീവമാണ്. 2017 മദ്യപിച്ചുകൊണ്ട് കാർ ഓടിച്ചതിന് വെയ്ൻ റൂണിയെ പോലീസ് പിടികൂടിയിരുന്നു. പുലർച്ചെ തന്നെയായിരുന്നു അന്നും സംഭവം നടന്നിരുന്നത്. ഒപ്പം ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇവർ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച വാർത്തകൾ അന്ന് പുറത്തു വന്നിരുന്നില്ല. അമിതമായി മദ്യപിച്ച് അവശനായ നിലയിലായിരുന്നു അദ്ദേഹത്തെ വാഹനത്തിൽ നിന്ന് പോലീസ് പിടികൂടിയത്. മാത്രമല്ല, റൂണിയുടെ മറ്റൊരു വലിയ പ്രത്യേകത, അദ്ദേഹം കാറുകളുടെ വലിയൊരു ആരാധകനാണ്. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കാറുകളുടെ വലിയൊരു ശേഖരം തന്നെ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. പലപ്പോഴും മത്സരങ്ങളിൽ പങ്കെടുക്കാനും മറ്റ് ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഒക്കെ തന്നെ ഏറ്റവും പുതിയ വിലപിടിപ്പുള്ള കാറിൽ റൂണി എത്തുന്നത് ദൃശ്യമാധ്യമ പ്രവർത്തകർ എക്കാലത്തും ചിത്രീകരിച്ചിട്ടുള്ളതാണ്. കാറിനോടുള്ള അദ്ദേഹത്തിൻ്റെ കമ്പവും എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ ഇക്കുറി അദ്ദേഹം രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം വ്യക്തമായ തെളിവോടുകൂടി തന്നെയാണ് വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വലിയ തുക പിഴ തന്നെ റൂണി നൽകേണ്ടി വരും.